ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സാലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഏത് പോർഷനാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന ടോപ്പിക്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണെടാ, പ്ലാന്റ്സിലെ ന്യൂട്രീഷനെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അതിനെക്കാട്ടി മുമ്പ് എന്താണ് ന്യൂട്രീഷൻ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഐഡിയ വേണം. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആണ്. നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിൽ പലതരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. മിസ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് വേണം? എനർജി വേണം. ഈ സംസാരിക്കാനും ഓടാനും ചാടാനും ലൈഫ് ഓരോരോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എനർജി വേണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം നമ്മുടെ ശരീരം വേരിയസ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ന്യൂട്രീഷനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ, ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്. ഫുഡ് നമുക്ക് എസെൻഷ്യൽ ആണ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എനർജി കിട്ടുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പല ഫുഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്നോട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ്, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. വേറെ റഹ്മത്തിലൊക്കെ ബിരിയാണി, കുറ്റിച്ചിറയിലൊക്കെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ മിസ്സിനോട് ചോദിച്ചാൽ മിസ് എന്ത് പറയും? എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ചിലർക്ക് ബർഗർ ആയിരിക്കും, സാൻഡ്വിച്ച് ആയിരിക്കും, പിസ്സ ആയിരിക്കും, ഫാസ്റ്റ് ഫുഡ്സ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലേ. ചിലർക്ക് എന്താണ്, ഓർഗാനിക് ആയിട്ടുള്ള ഫുഡായിരിക്കും ഇഷ്ടം. വീട്ടിൽ അച്ഛനും അമ്മയും അമ്മ ഉണ്ടാക്കി തരുന്ന കഞ്ഞി ചമ്മന്തിയും പയറൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന മക്കളുണ്ടാവും. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഏതായിക്കോട്ടെ, ഈ ഫുഡ് നമുക്ക് ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. സോ ഫുഡ് ഈസ് എസെൻഷ്യൽ ടു അവർ ബോഡി അല്ലേ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓരോരോ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഈ ഫുഡ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഈ ഫുഡ് വഴി നമുക്ക് കിട്ടുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് വേണം അല്ലേ, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, വിറ്റമിൻസും മിനറൽസും ഒക്കെ വേണം. ഇതെല്ലാം എങ്ങനെയാണ്? നമുക്ക് പലതരത്തിലുള്ള ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മളിതാ പാലും മീനും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ചോറ്. അതുപോലെ തന്നെ ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ എണ്ണ കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ നമുക്ക് എന്തുണ്ട്? വിറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ? യെസ്, നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മാത്രമാണോ? അല്ല, പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞോ? ഇല്ല. നമുക്ക് എന്ത് വേണം? ഫാറ്റ് വേണം. പിന്നെന്ത് വേണം? വിറ്റമിൻസും മിനറൽസും വേണം. ഓക്കെ, വിറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. സോ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ എന്താണ്? നമ്മൾ ഈ കഴിക്കുന്ന വിവിധ തരം ഭക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഇനി ഈ ഒരു ഭക്ഷണം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഒന്നെങ്കിൽ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ പ്ലാന്റ്സ് വഴി നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടടാ? യെസ്, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യെസ്, നമ്മുടെ സൺലൈറ്റ് വേണം. അപ്പോൾ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സൺലൈറ്റ് ആണ്. ഓൾ ഓർഗാനിസംസ് റിക്വയർ ഫുഡ് അല്ലേ. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സ് ക്യാൻ സിന്തസൈസ് ഫുഡ് ഫോർ ദംസെൽസ്. പ്ലാന്റ്സിന് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന മിസ് ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. പക്ഷെ വരുന്ന ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ, അല്ലെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ പ്ലാന്റ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സിന് മാത്രമേ അവർക്കുള്ള ഫുഡ് എന്ത് ചെയ്യാൻ
പറ്റുള്ളൂ, സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പ്ലാന്റ്സ് ക്യാൻ സിന്തസൈസ് ഫുഡ് ഫോർ ദംസെൽഫ്. പക്ഷെ ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽസിന് തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്താണ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ്റെ ബേസിസിൽ നമുക്കിവരെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്സ് എന്താണ്, ഹെട്രോട്രോപ്സ് എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ അതർ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ ഓട്ടോട്രോപ്സും ഹെട്രോട്രോപ്സും അല്ലാണ്ട് വേറെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ന്യൂട്രീഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മിസ് എന്ത് ചെയ്യുക, കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്രീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂട്രീഷൻ ഇസ് ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇസ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി. ഇത് കേൾക്കുമ്പോൾ പാടായിട്ട് തോന്നിയാലും സിമ്പിളാണ്, ഒന്നുമില്ല. എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു, അത് അവരുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിളായിട്ട് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ന്യൂട്രീഷൻ ഇസ് ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം ഫുഡ് കഴിക്കുന്നു, അവരുടെ ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാനൊരു ബിസ്ക്കറ്റ് കഴിക്കുന്നു, എൻ്റെ ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? വെജിറ്റബിൾസ് കഴിക്കുന്നു, എൻ്റെ ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സിമ്പിളായിട്ട് ഇതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ്റെ പല ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? ബേസ്ഡ് ഓൺ തനിയെ ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടല്ലേ, അവരെ നമുക്ക് എന്ത് പറയാം? ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ആരാണ് ഓട്ടോട്രോപ്സ്? തനിയെ ഫുഡ് ഉണ്ടാക്കുന്ന ആരാണെന്നാണ് മിസ് പറഞ്ഞത്? യെസ്, പ്ലാന്റ്സിനാണ് തനിയെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫാണ്. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് എന്നാണ്. അപ്പോൾ സെൽഫ് നറിഷ്മെന്റ്, തനിയെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് ഓട്ടോട്രോപ്സ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, എന്താണ്? ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതേഴ്സ്, ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ്. അപ്പോൾ ബാക്കിയുള്ളവരെ അതേഴ്സിനെ നറിഷ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ ഹെറ്ററോട്രോപ്സ് തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഒരു 3 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് സിംബയോട്ടിക് ന്യൂട്രീഷൻ പഠിക്കാനുണ്ട്, അതുപോലെ പാരസൈറ്റിക് ന്യൂട്രീഷൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താടാ? 2 പേർക്കും ബെനിഫിറ്റ് ഉള്ള റിലേഷൻഷിപ്പിനെ അല്ലെ ന്യൂട്രീഷനാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയുന്നത്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ തലയിൽ പേനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പേൻ അവിടെ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ലാഭമുണ്ടോ? ഇല്ല, നമുക്ക് നഷ്ടമാണല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്നിന് ലാഭവും ഒന്നിന് നഷ്ടമുള്ളതാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കച്ചിയുടെയും അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള വുഡ്സിലൊക്കെ ചില മഷ്റൂംസ് കിളുത്ത് വരും അല്ലേ, അല്ലെങ്കിൽ ഫംഗസ് കിളുത്ത് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെയാണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ള തന്നെയാണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സസിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.